പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. CFTF അഥവാ കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത് എന്ന ക്രിസ്ത്യൻ അപ്പോളജറ്റിക് ഫോറമത്തിലേക്ക് ഏവരെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് ഈസ എന്ന ദാവാ പ്രഭാഷകൻ വേദപുസ്തകത്തിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് എതിരെ ഞങ്ങൾ പല വീഡിയോകളും ഇതിനോടകം ഇറക്കിക്കഴിഞ്ഞു. എല്ലാ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നാലും ഇതുവരെയും അതിൽ ഒരൊറ്റ വീഡിയോയ്ക്ക് പോലും മുഹമ്മദ് ഈസ മറുപടി പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഈസയ്ക്കെന്നല്ല ഒരു ദാവാ പ്രഭാഷകനും അതിനൊന്നിനും മറുപടി തരുവാൻ കഴിയത്തില്ല എന്നും ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്നാലും 2024 ജൂൺ 25 ഈസ ഇറക്കിയ മിഷണറികളോട് ഇനി എന്ത് ചോദ്യം എന്ന വീഡിയോയുടെ ഒരു ഖണ്ഡന വീഡിയോ ഞങ്ങളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഏതാണ്ട് 41 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ ഈസ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 3 ഭാഗങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഈസ ഉന്നയിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ത്രിത്വത്തെക്കുറിച്ചാണ്. ത്രിത്വത്തെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഈസ ഇറക്കിയ മറ്റൊരു വീഡിയോയ്ക്ക് ഞങ്ങൾ ഇതിനോടകം മറുപടി കൊടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈസായുടെ രണ്ടാമത്തെ ചോദ്യത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുവാൻ ഞങ്ങളിവിടെ ശ്രമിക്കുകയാണ്. അതായത് 18 മിനിറ്റ് മുതലുള്ള ഭാഗങ്ങൾ. യൂട്യൂബിൽ CFTF എന്നടിച്ചാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അവിടെ തന്നെ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതായത് 18ാമത്തെ മിനിറ്റ് മുതലുള്ള ഭാഗങ്ങൾ ഞങ്ങളിവിടെ അവലോകനം ചെയ്യുകയാണ്. ആദ്യം മിസ്റ്റർ ഈസായുടെ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ത്രിയേകത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു. ത്രിയേകത്വത്തിൽ 3 വ്യക്തികൾ സമ്പൂർണ്ണ ദൈവമായി ഉണ്ടെങ്കിൽ, അവർ വ്യതിരക്തരാണെങ്കിൽ, അവർ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, അവർ എറ്റേണൽ ആണെങ്കിൽ, അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക? ഒരേ സമയം 3 പേരല്ലേ ദൈവമായി ക്രൈസ്തവർക്കുള്ളത്? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, വെറുതെ നമ്മളൊരു പുകമറയല്ല, വളരെ കൃത്യമായ ആ ചോദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, ഇവർ ഈ യേശുക്രിസ്തുവിനെയും പ്രവാചകനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ശരി, ആദ്യം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ യഹോവയും യേശുവും ഒന്നാണെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ധാരാളം പ്രസംഗങ്ങളിലൂടെ അത് അവകാശപ്പെടുന്നെങ്കിൽ, പഴയ നിയമത്തിൽ നമുക്ക് കാണാം ഈ യഹോവയല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. എന്നിട്ടും നിങ്ങൾ ഈ പുതിയ നിയമകാലത്ത് യേശുവിനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഈ യഹോവ തന്നെയാണ് യേശു എന്നതല്ലാതെ മറിയം ബീവി 2000 കൊല്ലം മുമ്പ് പ്രസവിച്ച ഒരു കുഞ്ഞല്ല യേശു. ഈ യേശുവാണ് മുമ്പ് പഴയ നിയമത്തിൽ യഹോവയായിട്ടിരുന്നത്, ആദാമിനെ സൃഷ്ടിച്ചത്, മോശയ്ക്ക് തോറ കൊടുക്കുന്നത്, ഇങ്ങനെ തുടങ്ങി പഴയ കാലഘട്ടങ്ങളിലെല്ലാം ആ യഹോവ തന്നെയായിരുന്നു യേശു. ഇത് നിങ്ങളുടെ വിവിധ പ്രസംഗങ്ങളിൽ ക്രൈസ്തവ പണ്ഡിതന്മാർ കേരളക്കരയിൽ പ്രസംഗിച്ചു വരുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും നിങ്ങളിത് തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ആ യഹോവയും യേശുവും ഒന്ന് തന്നെയാണെങ്കിൽ യഹോവ പഴയ നിയമത്തിൽ ചെയ്തതും ചെയ്യിപ്പിച്ചതും കൽപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ യേശു ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യം എൻ്റെ വിവിധ വീഡിയോകളിലൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. തൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും വിവിധ വീഡിയോകളിലൂടെ ചോദിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഈ പറയപ്പെടുന്ന അപ്പോളജറ്റിക്സ് ആരും തന്നെ അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് യഹോവ ചെയ്ത കാര്യങ്ങളെല്ലാം യേശു ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. ഈസ പറയുന്ന ഈ വികടവാദത്തെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊന്ന് വിശകലനം ചെയ്യുകയാണ്. ഇതൊരു പഠന വീഡിയോ ആകിയാൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല, വളരെ പ്രധാനമായ ചില വിഷയങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന ബൈബിൾ വാക്യങ്ങളുടെ റെഫറൻസ് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കത്തുള്ളൂ. അത് വേദപുസ്തകം തുറന്നു വായിക്കുവാൻ ശ്രോതാക്കളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈസ തീർച്ചയായിട്ടും വേദപുസ്തകം എടുത്ത് വായിക്കണം കേട്ടോ. എന്നാലേ ബൈബിളിൻ്റെ മഹത്വം എന്താണെന്നും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ ദേവനെയും മുഹമ്മദിൻ്റെ പുസ്തകത്തെയും ക്രിസ്ത്യാനികൾ ഇത്രമാത്രം എതിർക്കുന്നു എന്നും താങ്കൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഈസായുടെ വീഡിയോയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കാണുമല്ലോ.
ഈസ തൻ്റെ വീഡിയോയിൽ പറയുന്നത്, പഴയ നിയമത്തിൽ യഹോവ യേശു ആണെങ്കിൽ യേശു കൊലപാതകത്തിന് ഉത്തരവാദിയല്ലേ? കൊള്ളാം. ഈസായുടെ വികടവാദം വളരെ വിചിത്രമായിരിക്കുന്നു. കൊലപാതകം ചെയ്തു നടന്ന തൻ്റെ പ്രവാചകനെ വെളുപ്പിക്കാൻ, അതും ബൈബിളിൽ കൂടെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഈസായുടെ വിഫല ശ്രമം കാണുമ്പോൾ ഞങ്ങൾക്കും സഹതാപം തോന്നുന്നുണ്ട്. കാരണം വേദപുസ്തകം എന്താണ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ കരിവാരി തേച്ചിട്ട് തൻ്റെ മതത്തെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന പാവം ഈസ. ഹലോ ഈസ, ആദ്യം താങ്കൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവവും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവവും എന്തുകൊണ്ട് വളരെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. പഴയ നിയമവും പുതിയ നിയമവും വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് വാസ്തവത്തിൽ ഈ ചോദ്യത്തിന് ആധാരമെന്ന് ആദ്യം നാം മനസ്സിലാക്കണം. സാധാരണ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനും പുതിയ നിയമത്തിലെ ദൈവം സ്നേഹവാനുമാണ് എന്നാണ്. വിവിധ സാഹചര്യങ്ങളിൽ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ പ്രോഗ്രസീവ് റെവലേഷൻ അല്ലെങ്കിൽ പുരോഗമനപരമായ വെളിപ്പെടുത്തൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പുരോഗമനപരമായ വെളിപ്പെടുത്തലിനെ അതിൻ്റെതായ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായിത്തീരുന്നത്. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം വ്യത്യസ്തനല്ല. രണ്ട് പ്രമാണങ്ങളിലും ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒരേപോലെ പറഞ്ഞിരിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഉടനീളം ദൈവത്തെ ദയാലുവായും കാരുണ്യവാനായും കോപത്തിന് ക്ഷമ ഉള്ളവനായും വിശ്വസ്തനായും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ചില ബൈബിൾ റെഫറൻസ് ഞാൻ നിങ്ങൾക്കായി പറയുകയാണ്. ദയവ് ചെയ്ത് ബൈബിൾ എടുത്ത് വായിച്ച് നോക്കുക. ഈസ പ്രത്യേകിച്ച് ഈ വചനങ്ങൾ എടുത്ത് വായിക്കുക. പുറപ്പാട് 34:6, സംഖ്യ 14:18, ആവർത്തനം 4:31, നെഹമ്യാവ് 9:17, സങ്കീർത്തനങ്ങൾ 86:5, 108:4, 145:8, യോബേൽ 2:13. ദൈവത്തിൻ്റെ അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3:16. പഴയ നിയമത്തിലുടനീളം ദൈവം ഇസ്രായേൽ ജനങ്ങളോട് ഇടപെടുന്നത് ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനോട് ഇടപെടുന്നത് പോലെയാണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം അകന്നപ്പോൾ, വിഗ്രഹാരാധികളായി മാറിയപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നതായും നാം വായിക്കുന്നുണ്ട്. അതേസമയം എപ്പോഴൊക്കെ ഇസ്രായേൽ ജനങ്ങൾ തങ്ങളുടെ വിഗ്രഹാരാധന വിട്ട് പിന്തിരിഞ്ഞോ, മനം തിരിഞ്ഞോ, മാനസാന്തരപ്പെട്ടോ, അപ്പോഴൊക്കെയും ദൈവം അവരോട് ക്ഷമിച്ചതായും നാം വായിക്കുന്നു. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവവും തൻ്റെ മക്കളോട് ഇടപെടുന്നത്. ഇതിന് ഉദാഹരണം എബ്രായർ 12:6 നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അതേസമയം പഴയ നിയമത്തിൽ പാപത്തിനെതിരെ ദൈവത്തിൻ്റെ കോപം ഇറങ്ങി വരുന്നത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പുതിയ നിയമത്തിലും ദൈവിക കോപം ഇറങ്ങുന്നത് നമുക്ക് കാണാം. റോമർ 1:18 ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉദ്ധരിക്കുകയാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതിനാൽ വ്യക്തമായും ദൈവം പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലുള്ളതിനേക്കാൾ വ്യത്യസ്തനല്ല. ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല. അതായത് ദൈവം തൻ്റെ സ്വഭാവം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റുന്നില്ല. തിരുവെഴുത്തിലെ ചില ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വശം മറ്റു വശങ്ങളെക്കാൾ കൂടുതൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാമെങ്കിലും ദൈവം ഒരിക്കലും മാറുന്നില്ല. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തന്നെ വെളിപ്പെടുത്തിയ ദൈവം മാറ്റമില്ലാത്തവനാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. ബൈബിളിൽ 66 വ്യത്യസ്ത പുസ്തകങ്ങൾ തന്നെയുണ്ട്. 2 അല്ലെങ്കിൽ 3 ഭൂഖണ്ഡങ്ങളിലായിരുന്ന വ്യക്തികളാൽ എഴുതപ്പെട്ട 66 വ്യത്യസ്ത പുസ്തകങ്ങളാണ്. ഈ ബൃഹത് ഗ്രന്ഥം എഴുതി തീർക്കുവാൻ ഏകദേശം 1500 വർഷങ്ങളെടുത്തു. ഏതാണ്ട് 40-ലധികം എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമായ വിശുദ്ധ ബൈബിൾ ഇന്നും യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ലാതെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഏകീകൃത പുസ്തകമായി തന്നെ തുടരുന്നു. സ്നേഹവും കരുണയും നീതിയുമുള്ള ഒരു ദൈവം എല്ലാത്തരം സാഹചര്യങ്ങളിലും പാപികളോട് എങ്ങനെ ഇടപെടുന്നുവെന്ന് ബൈബിളിൽ നാം വ്യക്തമായി കാണുന്നു. വാസ്തവത്തിൽ ബൈബിൾ മനുഷ്യവർഗത്തിനുള്ള ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളോടുള്ള, പ്രത്യേകിച്ച് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം തിരുവെഴുത്തുകളിലുടനീളം പ്രകടമാണ്. ബൈബിളിലുടനീളം
ദൈവം മനുഷ്യരെ തന്നോട് തന്നെ ഒരു പ്രത്യേക ബന്ധത്തിലേക്ക് സ്നേഹത്തോടെയും കരുണയോടെയും വിളിക്കുന്നത് നാം കാണുന്നു. അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ ദയയും കരുണയുമുള്ള ഒരു മഹാദൈവമായതിനാൽ മാത്രമാണ്. എന്നിരുന്നാലും തൻ്റെ വചനമനുസരിക്കാതെ അവനെ ആരാധിക്കുവാൻ വിസമ്മതിക്കുകയും സ്വന്തം സൃഷ്ടിയായ ദൈവങ്ങളെ ആരാധിക്കുന്നതിന് തിരിയുകയും ചെയ്യുന്ന എല്ലാവരുടെയും ന്യായാധിപനായ പരിശുദ്ധനും നീതിമാനുമായ ഒരു ദൈവത്തെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ മുഴുവനും നാം കാണുന്നത്. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ദൈവം കാരുണ്യവാനും സ്നേഹവാനും ആയിരിക്കുമ്പോൾ തന്നെ അവൻ വിശുദ്ധനും നീതിമാനും കൂടിയാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ തന്നെ നമുക്ക് കാണുവാനും സാധിക്കും. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. യേശുവിനെ കൊലപാതകയായി ചിത്രീകരിച്ചാൽ മാത്രമേ ഈസായെപ്പോലുള്ള ദാവാ പ്രഭാഷകർക്ക് തങ്ങളുടെ പ്രവാചകനെ വെളുപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ജിഹാദ് എന്ന ഇസ്ലാമിക ആശയം ബൈബിളിലെ യുദ്ധങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്ന പല ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്ന വിഷയം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കണം എന്ന് ഞാൻ ഒന്നും കൂടെ അപേക്ഷിക്കുകയാണ്. വളരെ സെൻസിറ്റീവായ ഒരു വിഷയം കൂടെ ആകയാൽ വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനും കഴിയത്തുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. 9/11 ട്വിൻ ടവറിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് പല പാശ്ചാത്യരും ആദ്യമായി ഇസ്ലാമിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ മതത്തിൻ്റെ പേരിൽ വിശുദ്ധ യുദ്ധത്തിൻ്റെ, അതായത് ജിഹാദിൻ്റെ ഭാഗമായി ആക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ വിശ്വാസികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നറിഞ്ഞത് പലരും ഞെട്ടി. താമസിയാതെ പല മതേതര ചിന്താകരും ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളും ബൈബിളിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ കാണപ്പെടുന്ന ആക്രമണങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങി. ഈ താരതമ്യ പരമ്പരകളുടെ ഇപ്പോഴത്തെ അവതാരമാണ് നമ്മുടെ മുഹമ്മദ് ഈസ എന്ന് ഊന്നി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ താരതമ്യങ്ങൾ ശരിയാണോ? പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനങ്ങളോട് യാഹ്വേയുടെ കൽപ്പനകൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ജിഹാദിന് തുല്യമാണോ? ബൈബിളിൽ കാണുന്ന ആക്രമവും ഇസ്ലാമിക ജിഹാദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ജിഹാദ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം നിർവചിക്കേണ്ടതായിട്ടുണ്ട്. ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയത്നം അല്ലെങ്കിൽ പോരാട്ടം എന്നാണ്. ഇസ്ലാമിൽ ജിഹാദിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. പേന കൊണ്ടുള്ള അഥവാ എഴുത്തുകൊണ്ടുള്ള ജിഹാദ്. ഇത്തരം ജിഹാദിൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രേരണയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഉൾപ്പെടുന്നു. അടുത്തത് ഹൃദയത്തിലെ ജിഹാദാണ്. ഇത്തരം ജിഹാദിനെ സ്വന്തം പാപത്തിനെതിരായ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പോരാട്ടങ്ങളെ വിവരിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാം. എന്നാൽ ജിഹാദിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന രൂപമാണ് ഇസ്ലാമിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ആക്രമണങ്ങളും യുദ്ധങ്ങളുമെന്ന് തീർത്തും ഖുറാനിൽ തന്നെ നമുക്ക് തെളിയിക്കുവാൻ വേണ്ടി സാധിക്കും. അതേസമയം സൂറ 16:125 നമുക്ക് ഇപ്രകാരം കാണാം: ഇൻവൈറ്റ് ഓൾ ടു ദ വേ ഓഫ് ദ ലോർഡ് വിത്ത് വിസ്ഡം ആൻഡ് ബ്യൂട്ടിഫുൾ പ്രീച്ചിങ് and argue with them in the ways that are best and most gracious. For thy Lord knoweth the best, who have strayed from his path and who receive guidance. ഇതിൻ്റെ മലയാള പരിഭാഷ ഏതാണ്ട് ഇപ്രകാരമാണ്: വിവേകത്തോടെയും മനോഹരമായ പ്രബോധനത്തിലൂടെയും എല്ലാവരെയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഏറ്റവും നല്ലതും കൃപയുള്ളതുമായ രീതികളിൽ അവരോട് തർക്കിക്കുകയും ചെയ്യുക. കാരണം തൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരെയും സന്മാർഗം പ്രാപിക്കുന്നവരെയും നിന്റെ രക്ഷിതാവ് നന്നായി അറിയുന്നു. ഇത് ഒരു വശത്ത് ഇപ്രകാരമുണ്ടെങ്കിലും അമുസ്ലിങ്ങൾക്കെതിരായ ആക്ഷേപകരമായ ശാരീരിക യുദ്ധത്തിൽ ഏർപ്പെടുവാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്ന മറ്റ് അനേക വാക്യങ്ങൾ ഖുറാനിൽ അടങ്ങിയിരിക്കുന്നു. ചില ഉദാഹരണങ്ങൾ മാത്രം ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ്. സൂറ 9:5 ഇപ്രകാരം കാണാം: But once the sacred months have passed, kill the polytheists. Wherever you find them, capture them, besiege them, and lie in wait for them on every way. But if they repent, perform prayers, and pay alms tax, then set them free. Indeed, Allah is all forgiving, most merciful. ഇതിൻ്റെ ഏകദേശം മലയാള പരിഭാഷ ഇപ്രകാരമാണ്. എന്നാൽ വിശുദ്ധ മാസങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ബഹുദൈവ ആരാധകരെ കാണുന്നിടത്തെല്ലാം അവരെ കൊല്ലുക, അവരെ പിടികൂടുക, അവരെ ഉപരോധിക്കുക.
എല്ലാ വഴികളിലും അവർക്കായി പതിയിരിക്കുക. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും പ്രാർത്ഥനകൾ ചെയ്യുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ അവരെ സ്വതന്ത്രരാക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യനിധിയുമാകുന്നു. ഇനി നമുക്ക് സൂറ 9:29 ഒന്ന് നോക്കാം. ഫൈറ്റ് അഗൈൻസ്റ്റ് ദോസ് ഹു ഡു നോട്ട് ബിലീവ് ഇൻ അല്ലാ ഓർ ഇൻ ദ ലാസ്റ്റ് ഡേ ആൻഡ് ഹു ഡു നോട്ട് കൺസിഡർ അൺലോഫുൾ വാട്ട് അല്ലാ ആൻഡ് ഹിസ് മെസ്സഞ്ചർ ഹാവ് മെയ്ഡ് അൺലോഫുൾ ആൻഡ് ഹു ഡു നോട്ട് അഡോപ്റ്റ് ദ റിലീജിയൻ ഓഫ് ട്രൂത്ത് ഇസ്ലാം ഫ്രം ദോസ് ഹു വർ ഗിവൺ ദ സ്ക്രിപ്ചർ fight until they give jizya willingly while they are humbled. ഇതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാത്തവരും അല്ലാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കണക്കാക്കാത്തവരും വേദം നൽകപ്പെട്ടവരിൽ നിന്ന് സത്യമതം അതായത് ഇസ്ലാം സ്വീകരിക്കാത്തവരുമായവർക്കെതിരെ പോരാടുക. അവർ മനസ്സോടെ ജസിയ കൊടുക്കുന്നതുവരെ പോരാട്ടം തുടരുക. ഖുറാനിലെ പഠിപ്പിക്കലുകൾക്ക് പുറമെ മുഹമ്മദിൻ്റെ വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രചോദിത രേഖയായ ഹദീസും മുസ്ലിങ്ങൾ പിന്തുടരുന്നുണ്ടല്ലോ. ഒരു യുദ്ധത്തിന് തൻ്റെ കമാൻഡറെ അയച്ചപ്പോൾ മുഹമ്മദ് ഉപദേശിച്ചു കൊടുത്തത് എന്താണെന്ന് ഒരു ഹദീസിൽ വിശദീകരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 19 ഹദീസ് നമ്പർ 4294. ബഹുദൈവ വിശ്വാസികളായ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവരെ 3 നടപടികളിലേക്ക് ക്ഷണിക്കുക. ഇവയിലേതെങ്കിലും ഒന്നിനോട് അവർ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളും അത് അംഗീകരിക്കുകയും അവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതിൽ നിന്ന് സ്വയം തടയുകയും ചെയ്യുക. ഇസ്ലാം സ്വീകരിക്കാൻ അവരെ ക്ഷണിക്കുക. അവർ നിങ്ങളോട് പ്രതികരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയും അവർക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അവർ ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ അവരോട് ജസിയ ആവശ്യപ്പെടുകയും അവർ പണം നൽകാൻ സമ്മതിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് സ്വീകരിക്കുക. അവർ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചാൽ അല്ലാഹുവിൻ്റെ സഹായം തേടുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. അവിടെ ദൈവം കൽപ്പിച്ചിരിക്കുന്നതും ഖുറാനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കനാനിനെ നശിപ്പിക്കാനും യാക്കോബിൻ്റെ മക്കൾക്ക് താൻ വാഗ്ദാനം ചെയ്ത ഭൂമി കൈവശപ്പെടുത്താനും ഇസ്രായേലിയർക്ക് യഹോവ നൽകിയ കൽപ്പനയാണ് പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആക്രമ സംഭവങ്ങൾ. ഇത് പലപ്പോഴും ഈസ എടുത്തെടുത്ത് തൻ്റെ വീഡിയോയിൽ പറയുന്നുമുണ്ട്. ഈ സംഭവങ്ങളെ നാം വിലയിരുത്തുമ്പോൾ ഈ സംഭവങ്ങൾ നടന്ന സന്ദർഭം കൂടെ നാം വ്യക്തമായി മനസ്സിലാക്കണം. അവിശ്വസനീയമായ വിധം അധപതിച്ച രീതിയിൽ അത്രയ്ക്കും ക്രൂരവും നികൃഷ്ടവുമായ ഒരു സംസ്കാരമായിരുന്നു കനാന്യ ആളുകളുടേത്. തികച്ചും ദുഷിച്ച കനാന്യ സംസ്കാരം ദൈവത്തെ അത്രയധികം കോപമുള്ളവനാക്കി തീർത്തു എന്ന് ബൈബിൾ പറയുന്നു. അഗമ്യഗമനം അഥവാ ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ്, മൃഗീയത, മതപരമായ വേശ്യാവൃത്തി, പിഞ്ചു കുഞ്ഞുങ്ങളെ തങ്ങളുടെ ദേവന്മാർക്ക് ബലിയർപ്പിക്കുക തുടങ്ങി ക്രൂരമായ സംസ്കാരം വച്ചു പുലർത്തുന്ന ഒരു ജനസമൂഹമായിരുന്നു അവർ. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരുതരം അക്രമാസക്തമായ സംസ്കാരമായിരുന്നു കനാന്യ മക്കളുടേത്. കനാനിനെ നശിപ്പിക്കാൻ ഉത്തരവിട്ടതിൽ കൂടെ കുറച്ചു കാലമായി ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അർഹരായിരുന്ന ഒരു ജനതയുടെ മേൽ ദൈവം ഒരുതരം ഏകീകൃതമായ വധശിക്ഷ നടപ്പാക്കുകയായിരുന്നു. കനാനിയർക്ക് മാനസാന്തരപ്പെടുവാൻ ഏതാണ്ട് 400 നീണ്ട വർഷങ്ങൾ ദൈവം കൊടുത്തതായി വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് നാം വായിക്കുന്നത് ഉൽപ്പത്തി 15:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഈ വാക്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഉദ്ധരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ ആക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നരുളി ചെയ്തു. ഇവിടെ അമോര്യർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഖനാന്യരെയാണ്. ഈ അമോര്യർ അഥവാ ഖനാന്യർ മാനസാന്തരപ്പെടാതെ ഇരുന്നപ്പോൾ അവരെ ന്യായം വിധിക്കുവാനായി ദൈവം ഇസ്രായേലിനെ ഉപയോഗിച്ചു. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും കനാന്യർക്ക് തീർച്ചയായും ബോധ്യമുണ്ടായിരുന്നതായി നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം.
ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ ചില വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. യോശുവ 2:10-11 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന് 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ അവൻ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഇത് കനാൻ ദേശം ഉറ്റുനോക്കുവാനായി പോയ ഇസ്രായേൽ ജനങ്ങളോട് കനാന്യ നാട്ടിലെ വേശ്യാസ്ത്രീ ആയിരുന്ന രാഹാബ് പറയുന്ന വാക്കുകളാണ്. ഈ അറിവ് കനാനിലെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ മതിയായതായിരുന്നു. രാഹാബിനെയും അവളുടെ കുടുംബത്തിൻ്റെയും ഉദാഹരണം കനാന്യർ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ അനുദപിച്ചിരുന്നുവെങ്കിൽ നാശം ഒഴിവാക്കാമായിരുന്നു എന്നതിൻ്റെ ഉറപ്പായ ഒരു തെളിവ് തന്നെയാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം മുഴുവനും വായിച്ചു നോക്കിയാൽ ഈ വിഷയം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ദുഷ്ടന്മാർ നശിക്കുന്നതിന് പകരം തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ പലയിടങ്ങളിലും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ഈ ആഗ്രഹം ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി യെഹെസ്കേൽ 18:31, 32, 33:11 എന്നീ വാക്യങ്ങൾ. പിന്നെ പുതിയ നിയമത്തിൽ നാം പാപികൾ മാനസാന്തരപ്പെടുന്നതിനോടുള്ള ദൈവത്തിൻ്റെ ഹൃദയം കാണുന്നത് 1 തിമോത്തിയോസ് 2:2 ഈ വചനം അതുപോലെ തന്നെ ഞാനിവിടെ പറയുകയാണ്: അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇനി മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ യുദ്ധങ്ങൾക്കും യഹോവ അനുമതി നൽകിയിട്ടില്ലെന്നും യോശുവയുടെ കാലത്തിനപ്പുറം ദൈവം പ്രത്യേകം നിയോഗിച്ച യുദ്ധങ്ങൾ പ്രതിരോധ സ്വഭാവമുള്ളതാണെന്നും നാം ഓർക്കണം. കനാനിലേക്കുള്ള വഴിയിലും കനാനിൻ്റെ ഇസ്രായേൽ നടത്തിയ നിരവധി യുദ്ധങ്ങളും പ്രതിരോധ സ്വഭാവമുള്ളവർ തന്നെയായിരുന്നു. ഇത് നമുക്ക് പല വചനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നതാണ്. ചില വചനങ്ങൾ അല്ലെങ്കിൽ അവയുടെ റെഫറൻസ് ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ വചനങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കുക. മിസ്ത്രീസ തീർച്ചയായും വായിക്കണം കേട്ടോ. പുറപ്പാട് 17:8, സംഖ്യാപുസ്തകം 21:21 മുതൽ 32, ആവർത്തനം 2:26 മുതൽ 37 വരെ, യോശുവ 10:4. എന്നിരുന്നാലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചോദ്യം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാ കനാന്യരെയും കൊല്ലുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ഈ കൽപ്പന നാം വായിക്കുന്നത് ആവർത്തനം 7:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും യോശുവ 6:21 ഇതിനോടുള്ള പ്രതികരണമായി അത്തരമൊരു കൽപ്പന നൽകപ്പെട്ടതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളോ കുട്ടികളോ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് നമുക്ക് കാണാം. കനാലിൽ നടന്ന ഭൂരിഭാഗം യുദ്ധങ്ങളും മിക്കവാറും സൈനികരാണ് നടത്തിയത്. അതിനർത്ഥം അവസരം ലഭിച്ചിരുന്നെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് യിരെമ്യാവ് 4-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ശ്രദ്ധിക്കാം. അതായത് യിരെമ്യാവ് 4:29. ഈ വചനം നിങ്ങൾക്കായി ഞാനിവിടെ അതുപോലെ തന്നെ ഉദ്ധരിക്കുകയാണ്. കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും ആരവം ഹേതുവായി സകല നഗരവാസികളും ഓടിപ്പോകുന്നു. അവർ പള്ളക്കാടുകളിൽ ചെന്ന് പാറകളിൽ മേൽ കയറുന്നു. സകല നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആരും അവിടെ പാർക്കുന്നതുമില്ല. ഇവിടെ നിന്നല്ല നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാം. പഴയ നിയമത്തിലെ യുദ്ധങ്ങളും ഇസ്ലാമിക ജിഹാദും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഒന്നാമതായി, പഴയ നിയമത്തിൽ ദൈവം നിർദ്ദേശിച്ചിട്ടുള്ള യുദ്ധങ്ങൾ ഒരു പ്രത്യേക സമയത്തേക്കുള്ളതും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയതുമാണ്. കനാൻ കീഴടക്കലിൻ്റെ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും വ്യക്തമായ പരിധികളുമുണ്ടായിരുന്നു. ഇത് ജിഹാദിനെ സംബന്ധിച്ച ഇസ്ലാമിക കൽപ്പനകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് താനും. ദൈവം കൽപ്പിച്ചതിനപ്പുറം യുദ്ധം തുടരുന്നതിന് ഇസ്രായേലിൻ്റെ കനാൻ പിടിച്ചടക്കലോ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ മറ്റ് ഏതെങ്കിലും യുദ്ധങ്ങളോ ക്രിസ്ത്യാനികൾക്ക് ബാധകമേ അല്ല. നേരെ മറിച്ച് ഖുറാൻ്റെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനായി സൈനിക ജിഹാദ് നിർദ്ദേശിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ബൈബിളിൽ ഒരിടത്തും
ബൈബിളിലെ വിശ്വാസത്തിൻ്റെ ഉന്നമനത്തിനായി അവിശ്വാസികളെ കൊല്ലാൻ ദൈവം തൻ്റെ ജനത്തോട് അഥവാ ഇസ്രായേലിനോട് കൽപ്പിക്കുന്നതായി നാം ഒരിടത്തും കാണുന്നില്ല. ഇന്നത് ചെയ്യാൻ ദൈവം ക്രിസ്ത്യാനികളോടും ആവശ്യപ്പെടുന്നുമില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ മാർഗത്തെ വളർത്തുവാൻ ക്രിസ്ത്യാനികൾക്ക് വാൾ കൈകളിൽ ഏന്തി നടക്കേണ്ടി വരാത്തത്. ഇസ്ലാം വളർന്നത് വാളുകൊണ്ട് ആയിരുന്നു എന്നതിന് തർക്കത്തിന് അതീതമായ ഒരു ചരിത്ര സത്യം തന്നെയാണ്. എന്നാൽ ക്രിസ്തീയ മാർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചും വിപരീതമാണ്. ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധതയുടെ പേരിൽ ആദിമ ക്രിസ്ത്യാനികളിൽ പലരും കഠിനമായി പീഡിപ്പിക്കപ്പെടുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. ഇതിന്നും ലോകമെമ്പാടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനമായി ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അന്തിമവും പൂർണ്ണവുമായ വെളിപ്പാട് യേശു ക്രിസ്തുവിലാണ്. യേശുവാകട്ടെ തൻ്റെ സമീപനത്തിൽ അഹിംസാത്മകനായിരുന്നു. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിൽ ഏർപ്പെട്ടാൽ അവനത് ചെയ്യുന്നത് തൻ്റെ യജമാനൻ്റെ കൽപ്പനയ്ക്ക് നേരെ വിപരീതമാണ്. മത്തായി 26:52 കർത്താവ് വളരെ വ്യക്തമായി ഇപ്രകാരം പറഞ്ഞു: വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവർ ഒക്കെയും വാളാൽ നശിച്ചു പോകും. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ പഠിപ്പിക്കലുകളും മാതൃകകളും തികച്ചും വ്യത്യസ്തമാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ആക്രമണം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിന് ഖുറാനിലും അവരുടെ പ്രവാചകനായ മുഹമ്മദിൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും തൻ്റെ പ്രവൃത്തിക്ക് മതിയായ ന്യായീകരണം കണ്ടെത്താനാകും. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കാരണവശാലും ബൈബിൾ മുഴുവനും തപ്പി നോക്കിയാലും അങ്ങനെ ഒരു ന്യായീകരണവും കണ്ടെത്തുവാൻ അവന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും കൊന്നു വളർന്നപ്പോൾ ക്രിസ്തീയ മാർഗം മാത്രം ചത്ത് വളർന്നത്. അതും ഇന്നും അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ. ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രമിച്ചു കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിലുള്ള കമൻറ്റുകളെയോ കമൻറ്റ് സെഷനിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിലിലൂടെയോ ഞങ്ങളെ ബന്ധപ്പെടുവാൻ സാധിക്കും. എന്തായാലും ഞങ്ങളുടെ ആശയപരമായ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സ്വയം പ്രഖ്യാപിത പ്രവാചകൻ്റെ അനുഗാമികൾ ഞങ്ങൾക്കും ബൈബിളിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നതുവരെ.